ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സ്റ്റാർലിങ്കിന്റെ ഉപയോഗം എത്രത്തോളമാണ്, അല്ലെങ്കിൽ എത്രത്തോളം കൂടുതൽ എലൻ മസ്കിന്റെ ഇന്റർനെറ്റ് സേവനം ഉക്രൈൻ ഉപയോഗിക്കുന്നുവെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഉക്രൈന്റെ കഴുത്തിൽ ഒരു കത്തി വെച്ച് എനിക്കാവശ്യമായ പണം നീ നൽകണം, ഇല്ലെങ്കിൽ നിനക്കാവശ്യമായ ഇന്റർനെറ്റ് സേവനം മുഴുവനും അവസാനിപ്പിക്കും, ഇങ്ങനെ ഒരവസ്ഥയാണ്. അതുമാത്രമല്ല, ഹൈ പ്രിസിഷൻ ഇന്റലിജൻസ് റഷ്യൻ പൊസിഷൻസിൽ ഉക്രൈൻ ചെയ്യുന്ന ആക്രമണങ്ങൾക്ക് ആവശ്യമായ ഇന്റൽ ഇൻപുട്ട് ഇന്നുവരെയും അമേരിക്കയുടെ പക്കൽ നിന്നും ബ്രിട്ടന്റെ പക്കൽ നിന്നും വീണ്ടും മറ്റു ചില രാജ്യങ്ങളുടെ പക്കൽ നിന്നാണ് പോകുന്നത്. ഇതിൽ അമേരിക്കയിൽ നിന്ന് എങ്ങനെയുള്ള സഹായമാണോ ഇത്രയും കാലം വന്നത്, ഇവയെല്ലാം അവസാനിപ്പിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ഭീഷണി എങ്ങനെ വേണമെങ്കിലും പറയാം. ഇങ്ങനെയാണ് ഉക്രൈൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിക്കുന്ന വാർത്തകൾ, ഒരുപക്ഷെ സ്റ്റാർലിങ്ക് ഷട്ട് ഡൌൺ ചെയ്യുകയാണെങ്കിൽ അത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ എങ്ങനെയുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും സൃഷ്ടിക്കുക, ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് പുറകിലുള്ളത് ഒരേ ഒരു സംഭവം മാത്രമാണ്. ഡൊണാൾഡ് ട്രംപ് ഭരണത്തിൽ വന്നതിനു ശേഷം ഉക്രൈനുമായി നടത്തിയ ഒരു ഡീൽ, അല്ലെങ്കിൽ ഉക്രൈനോട് അവർ ആവശ്യപ്പെട്ട ഒരു കാര്യം, അത് ഉക്രൈൻ ഇപ്പോൾ വരെയും സമ്മതിച്ചിട്ടില്ല. ഉക്രൈനിൽ ഒരു ഭരണമാറ്റം സംഭവിച്ചാൽ തീർച്ചയായും യുദ്ധം അവസാനിക്കും എന്നറിയാം. പക്ഷെ അവിടെ ബലിയാടാകാൻ പോകുന്നത് ഉക്രൈനും ഉക്രൈൻ ജനങ്ങളും ഉക്രൈന്റെ ഇപ്പോഴത്തെ അധികാരിയുമായ സെലൻസ്കി മാത്രമാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം, ട്രംപ് ഭരണത്തിൽ വന്നതിനു ശേഷം ഉക്രൈന് നൽകിയ ഒരേയൊരു കണ്ടീഷൻ, നിങ്ങളുടെ റെയർ എർത്ത് എലമെന്റ്സ് 500 ബില്യണോളം നീ എനിക്ക് നൽകണം. ഈ ഒരു എഗ്രിമെന്റിൽ നിങ്ങൾ സൈൻ ചെയ്യണം. സൈൻ ചെയ്താൽ മാത്രമേ അടുത്തഘട്ട അസിസ്റ്റൻസ് എന്നെ കൊണ്ട് നൽകാൻ സാധിക്കൂ എന്ന്. അപ്പൊ ഈ ഒരു എഗ്രിമെന്റ് കൊണ്ടുവന്നപ്പോൾ സെലൻസ്കി ആദ്യം പറഞ്ഞത്, നിങ്ങൾ എടുക്കുക, എത്ര വേണമെങ്കിലും എടുക്കാം, എത്ര ദിവസത്തേക്ക് വേണമെങ്കിലും എടുക്കാം, ഞങ്ങൾക്ക് ആവശ്യമായ സെക്യൂരിറ്റി ഗ്യാരണ്ടി നൽകിയിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം എടുക്കാം എന്ന് പറഞ്ഞ് തുടക്കത്തിൽ അതിനൊരു എസ് പറഞ്ഞു. പക്ഷേ ഇതിനു ശേഷം പോളണ്ട് പ്രസിഡന്റിനും ഉക്രൈൻ പ്രസിഡന്റിനും ഇടയിൽ ഒരു ഫോൺ സംഭാഷണം ഉണ്ടാകുന്നു. ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ നടന്ന ഒരു സംഭാഷണത്തിന് ശേഷം സെലൻസ്കിയുടെ തീരുമാനത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. എഗ്രിമെന്റിൽ സൈൻ ചെയ്യുന്നതിന് സമ്മതിച്ച സെലൻസ്കി, ഇല്ല, ഇത് ഞങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടെ വിലയിരുത്തേണ്ടതുണ്ട്, അതിന്റെ ആവശ്യകത ഉണ്ട് എന്നുള്ള വാക്കുകൾ കൂട്ടിച്ചേർത്തു. എന്നാൽ ഇവിടെ വിശകലനം ചെയ്തിട്ട് മറുപടി നൽകിയാൽ മതി, വായിച്ചതിന് ശേഷം ഒരു മറുപടി നൽകിയാൽ മതി എന്ന ഒരു സാഹചര്യത്തിലല്ല സെലൻസ്കി ഉള്ളത്. നിങ്ങൾ തീർച്ചയായും സൈൻ ചെയ്തേ മതിയാകൂ എന്ന സാഹചര്യം. ഇപ്പോ എന്തുകൊണ്ട് സെലൻസ്കി ഇങ്ങനെ മാറ്റി പറഞ്ഞു? അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഉക്രൈനെ സംബന്ധിച്ച്, അതായത് അവിടെ എർത്ത് എലമെന്റ്സ് പല ട്രില്യൺ ഡോളേഴ്സ് ഉണ്ട്. വീണ്ടും വ്യക്തമായി പറയണമെങ്കിൽ ഈ ഒരു മാപ്പ് നിങ്ങൾ നോക്കുക, ഇതിൽ ഒരുപാട് ഡോട്ട്സ് ഉണ്ട്. ഈ ചുവന്ന നിറത്തിൽ കാണുന്ന ഡോട്ട്സ് ആണ് റെയർ എർത്ത് എലമെന്റ്സ്. മറ്റുള്ളവ ഓയിൽ, ഷെൽ ഓയിൽസ്, ഷെയിൽ ഗ്യാസ്, ഇങ്ങനെ ഭൂമിയിൽ നിന്നും ലഭിക്കുന്ന സ്വർണം, മറ്റുള്ളവ. ചുവന്ന നിറത്തിലുള്ള ഡോട്ട്സ്, ഇതാണ് റെയർ എർത്ത് എലമെന്റ്സ്. ഭൂമിയിൽ നിന്നും ലഭിക്കുന്ന വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ലോഹങ്ങൾ, ഇവയെല്ലാം ഏതെല്ലാം പ്രദേശത്താണ് ഉള്ളത്, അതിന്റെ ഒരു മാപ്പാണിത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, പോളണ്ട് ബോർഡറോട് അടുപ്പിച്ച് ചില സ്ഥലങ്ങളിൽ ഉണ്ട്. ഇപ്പോൾ റഷ്യ നിയന്ത്രിച്ചു വച്ചിരിക്കുന്ന പ്രദേശങ്ങളിലാണ് കൂടുതലും ഉള്ളത്. വീണ്ടും വ്യക്തമായി പറഞ്ഞാൽ 75%-ലധികവും ഡോൺബോസ് മേഖലയിലാണ് ഉള്ളത്. ഇതിനകം തന്നെ ഡോൺബോസ് മേഖല എന്നത് റഷ്യൻ നിയന്ത്രണത്തിലാണ് ഉള്ളത്. 90% അവരുടെ നിയന്ത്രണത്തിലാണ് ഉള്ളത്. അപ്പോ ഇവയൊഴികെയുള്ള ബാക്കിയുള്ള എല്ലാ വിഭവങ്ങളും ഉക്രൈന്റെ പക്കൽ അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായും നൽകാൻ ആവശ്യപ്പെട്ടു. പുറമേ നോക്കുമ്പോൾ ഇതൊരു സാധാരണ ഡീല് പോലെ തോന്നാം. അമേരിക്ക ഇമ്പോർട്ട് ചെയ്ത് വിദേശ രാജ്യങ്ങൾക്ക് വിൽക്കുന്നു, ഇതിന് ഉക്രൈന് ഒരു ചെറിയ ഷെയർ ലഭിക്കുമെന്ന്. പക്ഷെ അങ്ങനെ അല്ല. സെലൻസ്കി ഇപ്പോ മാറ്റി സംസാരിക്കാൻ കാരണവും അതാണ്. അമേരിക്കയുടെ ഈ ഒരു ഡീലിൽ സെക്യൂരിറ്റി ഗ്യാരണ്ടി, ഉക്രൈൻ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ, ഇവയൊന്നും ഏതൊരു സ്ഥലങ്ങളിലും മെൻഷൻ ചെയ്തിട്ടില്ല. ഉക്രൈന് ഏത് തരത്തിലുള്ള അസിസ്റ്റൻസ് വരും എന്നുള്ളതും ഏതൊരു സ്ഥാനത്തും ഉദ്ധരിച്ചിട്ടില്ല. എനിക്ക് ആവശ്യമായ മിനറൽസ് നിങ്ങൾ നൽകണം, ഇത്ര ദിവസത്തേക്ക് നൽകണം, ഇത്ര അളവിന് നൽകണം, ഇത് മാത്രമാണ് ആ ഡീലിൽ ഉണ്ടായിരുന്നത്. അപ്പോ സെലൻസ്കിക്ക് ഒരു കാര്യം മനസ്സിലായി, തീർച്ചയായും തനിക്ക് എന്തായാലും ഇത് റിജക്ട് ചെയ്യാൻ സാധിക്കില്ല, റിജക്ട് ചെയ്യേണ്ട സ്ഥാനത്തും അല്ല. എന്നാൽ അവസാനമായി എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഡീലിന് സമ്മതിച്ചില്ലെങ്കിൽ അമേരിക്കയുടെ അടുത്ത ലിസ്റ്റിലേക്ക് ഉക്രൈൻ പോകും. അത് എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. ഇപ്പോ സെലൻസ്കിക്കുള്ള ഒരേയൊരു ഓപ്ഷൻ ഇത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ തീർച്ചയായും അമേരിക്ക ഉക്രൈന് നൽകുന്ന ഒരു വിശ്വാസ വഞ്ചനയാണിത്.
വിശ്വാസവഞ്ചന എന്നതിനപ്പുറം നേരിട്ട് തന്നെ അവരെ അടിച്ചു താഴ്ത്തുകയാണ്. അവർക്ക് ആവശ്യമായ എല്ലാ മിനറൽസും എടുത്തിട്ട് അവർക്ക് ആവശ്യമായ സഹായം ഒന്നും പോലും ചെയ്യാതിരിക്കുക. ഇത് യഥാർത്ഥത്തിൽ റഷ്യ അഗ്രസീവ് സ്റ്റേറ്റ് എന്നതിനപ്പുറം ഇൻഡയറക്റ്റായി മുഴുവനായും ഉക്രൈൻ നിയന്ത്രിക്കാൻ പോകുന്നത് അമേരിക്കയാണ്. ഇത് കാണുമ്പോൾ ഒരു ചെറിയ പോയിന്റ് പോലെ തോന്നാം, പക്ഷേ അവിടെയുള്ള മിനറൽസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓണബിലിറ്റി അമേരിക്കയുടെ പക്കലേക്ക് വരും. എത്ര ദിവസത്തേക്ക് കുഴിച്ചെടുക്കണം, എത്രത്തോളം എടുക്കണം, അതിന്റെ വില എത്രത്തോളമാണ്, ഇങ്ങനെ എല്ലാ അധികാരവും അമേരിക്കയ്ക്ക് നൽകണം. അങ്ങനെ അമേരിക്കയുടെ പക്കൽ നൽകിയാൽ അതിന്റെ വിലയും അവർ തന്നെ തീരുമാനിക്കും. അപ്പോ മിനറൽസ് എല്ലാം ഉക്രൈന്റേതാണ്, പക്ഷേ അതിന്റെ അധികാരമെല്ലാം അമേരിക്കയുടേതായിരിക്കും. ഉക്രൈന്റെ ലാൻഡിനെ പോലും ഉക്രൈനെ കൊണ്ട് സ്വന്തം എന്ന് പറയാൻ സാധിക്കില്ല. ശരി, ഇത് സ്റ്റാർലിങ്കുമായി എങ്ങനെയാണ് കണക്ട് ആകുന്നത്? അമേരിക്കയിൽ നിന്നും ഇത്രയേറെ പ്രശ്നമുണ്ട്, ഉക്രൈന്റെ പക്കലും അവർ അത്രയേറെ പ്രശ്നങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ സ്റ്റാർലിങ്ക് എങ്ങനെയാണ് വരുന്നത് എന്നൊരു സംശയം നിങ്ങൾക്ക് വരാം. 2022 മുതൽ തന്നെ ഉക്രൈൻ സ്റ്റാർലിങ്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ഉക്രൈന്റെ ഡിജിറ്റൽ ഡിപ്പാർട്ട്മെന്റ് മിനിസ്റ്റർ ആയിരുന്ന വ്യക്തി ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾ മാർസിലൊക്കെ ചെന്ന് കോളനിവൽക്കരിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ റോക്കറ്റ്സ് എല്ലാം ഭൂമിയിൽ നിന്നും പുറത്തേക്ക് പോയി വീണ്ടും ലാൻഡ് ആകുന്നു. എന്നാൽ ഞങ്ങളുടെ രാജ്യത്തേക്ക് നോക്കുക, റഷ്യൻ റോക്കറ്റ്സ് എല്ലാം ഞങ്ങളുടെ ജനങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യ ഞങ്ങളെ കോളനിവൽക്കരിക്കാൻ പോകുന്നു. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന റിക്വസ്റ്റ് കൊടുത്തു. അടുത്ത 24 മണിക്കൂറിൽ സ്റ്റാർലിങ്ക് സർവീസ് അവിടെ ആക്ടിവേറ്റ് ആകുന്നു. തുടക്കത്തിൽ ഇത് എല്ലാവർക്കും നല്ല കാര്യമായി തോന്നി. എലൻ മസ്ക് സൂപ്പറാണ്, എല്ലാം ഫ്രീ ആയി നൽകുന്നു എന്നൊക്കെ ചിന്തിച്ചു. കാരണം 40,000 ടെർമിനൽസിലധികം ഉക്രൈനെ ഡൊണേറ്റ് ചെയ്തിരുന്നു. ഇതെല്ലാം അമേരിക്ക ഫ്രീ ആയി നൽകി, എലൻ മസ്ക് ഫ്രീ ആയി നൽകി എന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ അങ്ങനെയല്ല. വെറും 3000 ടെർമിനൽസ് മാത്രമാണ് അമേരിക്കയും ടെസ്ലയും നേരിട്ട് ഉക്രൈൻ നൽകിയത്. മറ്റുള്ളവയെല്ലാം നൽകിയത് യൂറോപ്യൻ യൂണിയനും പോളണ്ടും നാറ്റോയിലുള്ള മറ്റ് രാജ്യങ്ങളെല്ലാം ചേർന്നാണ്. ഇതിൽ അമേരിക്കയുടെ പങ്കെന്നത് പൂർണ്ണമായും US എയ്ഡാണ്. ഇനി ഈ നൽകിയ സ്റ്റാർലിങ്ക് അവർ ഫ്രീ ആയിട്ടാണോ ഉപയോഗിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ ആദ്യത്തെ 6 മാസം മാത്രമാണ് അതിന്റെ സേവനം ഫ്രീ. കൃത്യം 2022 സെപ്റ്റംബർ മാസത്തിൽ എലോൺ മസ്ക് $400 മില്യൺ ചോദിച്ചു വാങ്ങി. ഇങ്ങനെയാണ് ഈ സഹായങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എലോൺ മസ്ക് തന്നെ തുറന്നു പറഞ്ഞു, ഫ്രീ ഓഫ് കോസ്റ്റിൽ എല്ലാം ഞങ്ങൾക്ക് നൽകാൻ സാധിക്കില്ല. അതും ഉക്രൈനുള്ളിൽ ഇത്രത്തോളം കണക്ഷൻസ് ഉണ്ട്. അൺഇന്ററപ്റ്റഡ് ആയിട്ടുള്ള ഇന്റർനെറ്റ് സപ്ലൈ സ്റ്റാർലിങ്ക് നെറ്റ്വർക്ക് വഴി മാത്രമേ ഉക്രൈൻ നൽകാൻ സാധിക്കുകയുള്ളൂ. അപ്പോ മറ്റ് രാജ്യങ്ങൾക്ക് നൽകുന്ന പ്രൈസിനേക്കാളും ഉക്രൈന് പകുതി വിലയിലാണ് നൽകിയിട്ടുള്ളത്. ഇതിനപ്പുറവും എന്നെ കൊണ്ട് ഫ്രീ ആയി നൽകാൻ സാധിക്കില്ല എന്ന് തുറന്നു തന്നെ പറഞ്ഞു. പക്ഷെ ഇതോടുകൂടി പ്രശ്നമെല്ലാം അവസാനിച്ചോ? ഉക്രൈൻ ഇപ്പോഴും ഈ ഒരു സേവനങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും 2 പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഒന്ന്, ക്രീമിയൻ പോർട്ടിൽ ഉക്രൈൻ നടത്താൻ ശ്രമിച്ച ആക്രമണം, അത് എലോൺ മസ്ക് തന്നെ. ക്രീമിയൻ പോർട്ടിൽ ഉക്രൈൻ നടത്താനിരുന്ന അറ്റാക്ക്, അതിനെക്കുറിച്ച് എലോൺ മസ്ക് തന്നെ പറഞ്ഞു. ഇങ്ങനെയുള്ള ഒഫൻസീവ് ഓപ്പറേഷന് വേണ്ടി പ്രധാനമായും സെവസ്റ്റോപോൾ പോർട്ടിൽ 9 റഷ്യയുടെ പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകളും സബ്മറൈൻസും ഉണ്ടായിരുന്നു. അതിനെ അറ്റാക്ക് ചെയ്യാൻ ഇന്റർനെറ്റ് കണക്ഷൻസിന്റെ അപ്രൂവൽ അതും അരമണിക്കൂറിൽ വേണമെന്ന് ഉക്രൈൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഞാനത് റിജക്ട് ചെയ്തു. അതിന്റെ കാരണവും പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ആക്സസ് നൽകുകയാണെങ്കിൽ റഷ്യക്ക് എതിരെ ഒരു ആക്ട് ഓഫ് വാറായി അത് കൺസിഡർ ആകും. എന്റെ കമ്പനി റഷ്യക്കെതിരെയുള്ള ഒരു യുദ്ധം തുടങ്ങിയതായി കണക്കാക്കും. എങ്ങനെയാണോ 2ാം ലോക മഹായുദ്ധത്തിൽ പേൾ ഹാർബർ അറ്റാക്ക് ഒരു പ്രധാനപ്പെട്ട സാഹചര്യം സൃഷ്ടിച്ചത്, അതുപോലെ സെവസ്റ്റോപോൾ അറ്റാക്ക് ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കും. അതിനാൽ ഇന്റർനെറ്റ് സേവനം ഞാൻ അവിടെ കട്ട് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്തത് കാരണം ഉക്രൈനെ കൊണ്ട് ശരിയായി അവിടെ അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. ഇത് വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് മാറിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഒഫൻസീവ് ഓപ്പറേഷൻ ഞാൻ നൽകില്ല. റഷ്യയുടെ പ്രദേശങ്ങൾക്കുള്ളിൽ ഉക്രൈൻ നടത്തുന്ന ആക്രമണങ്ങൾ, റഷ്യൻ പൊസിഷൻസ്, അതായത് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കേഴ്സ്ക് ഓപ്പറേഷൻ, ഇതിലും എന്റെ നെറ്റ്വർക്ക് നൽകാൻ കഴിയില്ല എന്നും പറഞ്ഞു. അപ്പോ നേരിട്ട് ഇവിടെ സ്റ്റാർലിങ്ക് എന്നത് ഉക്രൈനെ സഹായം ചെയ്യുന്ന രീതിയിൽ തുടക്കത്തിൽ നൽകുകയും പിന്നീട് ഓരോന്നായി കട്ടാവുകയും ചെയ്യുന്നു. ഉക്രൈനെ ഒരു വലിയ കെണിയിൽ തന്നെ അകപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോ ഈ പ്രശ്നം എവിടെയാണ് വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ 500 ബില്യൺ ഈ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യണം. അങ്ങനെ സൈൻ ചെയ്തില്ലെങ്കിൽ ഇന്റർനെറ്റ് സംബന്ധിക്കുന്ന സഹായം ഒന്നും ഉക്രൈന് ലഭിക്കില്ല. ഈ സഹായം എന്നല്ല, നിങ്ങൾക്ക് ആവശ്യമായ ഇന്റൽ ഇൻപുട്ടും അമേരിക്കയിൽ നിന്നും ലഭിക്കില്ല എന്ന് പറഞ്ഞു. അടുത്ത ഒരു കാര്യം, ഇത് എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. റഷ്യൻ പൊസിഷൻസിൽ ഉക്രൈൻ നടത്തുന്ന 1 വേ ഡ്രോൺ അറ്റാക്ക്, സൂയിസൈഡ് ഡ്രോൺ അറ്റാക്ക്
അത് 80% കുറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു വലിയ എണ്ണമാണ്. അതേസമയം റഷ്യൻസിന്റെ അറ്റാക്കും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാർലിങ്ങിന്റെ സേവനം ഇത് സംബന്ധിക്കുന്ന പല കുറ്റാരോപണങ്ങളും ഉക്രൈൻ ജനങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഫ്രണ്ട് ലൈൻസിൽ സ്പീഡ് ലഭിക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഷോർട്ടേജ് സംഭവിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമായ അളവിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല, ഇതിന് പുറകിൽ എന്തോ സംഭവിക്കുന്നുണ്ട്, തുടക്കത്തിൽ 2 മാസത്തിൽ ഞങ്ങൾ ഉപയോഗിച്ചതുപോലെ ഇപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്ന് പല കുറ്റാരോപണം വരുന്നുണ്ട്. അപ്പോ തുടക്കത്തിൽ സഹായം ചെയ്യുന്നത് പോലെ അകത്തേക്ക് വരികയും അവരെ ഒരു കെണിയിലാണ് അമേരിക്ക അകപ്പെടുത്തിയിരിക്കുന്നത്. ഉക്രൈൻ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളിൽ അമേരിക്ക ഇന്നുവരെയും എത്ര ചിലവാക്കി എന്നുള്ള കണക്ക് ശരിക്കും ഇപ്പോൾ അറിയില്ല. എന്നാൽ ഉക്രൈനെ നന്നായി വിശ്വസിപ്പിച്ച് അമേരിക്ക ഇവിടെ വഞ്ചന കാണിക്കുകയാണ്. ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്നറിയില്ല. സത്യത്തിൽ സെലൻസ്കിയെ കൊണ്ടിപ്പോ ഒരു തീരുമാനം പോലും എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. റഷ്യയും ശത്രു, അമേരിക്കയും ശത്രു. ഈ 2 രാജ്യങ്ങളും 2 വശത്തു നിന്ന് ഉക്രൈനെ ഞെരുക്കുകയാണ്. ഇത്രയും ദിവസം വെസ്റ്റേൺ പാർട്ട്നേഴ്സ് പറയുന്നത് കേട്ട് ഉക്രൈൻ ചെയ്തത് എല്ലാം വീണ്ടും ഉക്രൈൻ ജനങ്ങളുടെ തലയിൽ തന്നെയായിരിക്കും വീഴാൻ പോകുന്നത്. 2ാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്കയ്ക്കും മറ്റു രാജ്യങ്ങൾക്കും ജർമ്മനി എത്രത്തോളമാണോ നികുതി അടച്ചത് അതിനേക്കാൾ പല മടങ്ങ് ഉക്രൈൻ ഇവിടെ അടയ്ക്കാൻ പോവുകയാണ്. ഇതൊന്നും ആരെക്കൊണ്ടും ഇല്ല എന്ന് പറയാനേ സാധിക്കില്ല. ഇതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകം ഒരു വീഡിയോയിലൂടെ അറിയാം. ജർമ്മനി ചെയ്തതിനെക്കാട്ടിലും ജർമ്മനി നൽകിയ നികുതിയെക്കാട്ടിലും അധികം എമൗണ്ട് ഇപ്പോ ഉക്രൈൻ അടയ്ക്കാൻ പോവുകയാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ അറിയാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.